എസ് കെ ഉണ്ടായിട്ടുള്ളത് ഒരു വലിയ പരാജയമാണ്, മഹാപരാജയമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവാനിടയിൽ. എസ് കെ ഇപ്പോൾ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി പ്രസ്താവന വന്നത് ഈ പറയുന്ന ആഴത്തിലുള്ള കാരണങ്ങൾ പഠിച്ച് പരിശോധിക്കുമെന്ന് പറഞ്ഞു. MP ഗോവിന്ദൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങൾ പഠിക്കും, MAV പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ വന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രതികരണം, ഒന്ന് വിജയരാഘവന്റെയും AK ബാലന്റെയും പ്രതികരണം. വിജയരാഘവൻ പറയുന്നത് എല്ലാവിധ വർഗീയ ശക്തികളും ഇടതുപക്ഷത്തിനെതിരെ ഒന്നിച്ചു എന്നാണ് എസ്കൻ പറഞ്ഞത്. എസ്കൻ ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജയരാഘവൻ എന്ന് പറയുന്നത്? 35 സീറ്റിലൊഴികെ ബാക്കി 102 സീറ്റുകളിൽ UDF വിജയിപ്പിച്ച സകലമാന മനുഷ്യരും, അത് പയ്യന്നൂരും തളിപ്പുറം അടക്കം സകലമാന മനുഷ്യരും വർഗീയവാദികളാണെന്ന് പറഞ്ഞ് ഇയാൾക്ക് എന്താണ് അവകാശം? ഇത്തരത്തിലുള്ള വിലയിരുത്തൽ ആണ് നടന്നെങ്കിൽ കഷ്ടമെന്നേ പറയാനുള്ളൂ. എസ്കൻ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ പയ്യന്നൂർ പോലെ, തളിപ്പറമ്പ് പോലെ, തൃക്കരിപ്പ് പോലെ, ഉദുമ പോലെ ഒരു CPM പ്രവർത്തകൻ അവൻ്റെ വന്യമായ സ്വപ്നങ്ങളിൽ പോലും പരാജയപ്പെട്ടു പോകുമെന്ന് കരുതാത്ത കോട്ടകൊത്തളങ്ങൾക്ക് ഇടിഞ്ഞു തകർന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ എത്രമാത്രം ഈ പറയുന്ന ഈ പരാജയത്തിൻ്റെ ആഴമെന്ന് മനസ്സിലാക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. എസ് കെ ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവ് MLA തോക്കുന്നത് അത്യാവശ്യം നല്ല ഭൂരിപക്ഷം തോക്കുകയാണ്. ബാലുശ്ശേരി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്താണ് അവിടെ CPM കോട്ടയിൽ അത് മറിഞ്ഞു പോകണമെങ്കിൽ അതിന് കാരണം എന്താണ്? അതിന് കാരണം ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, ഇവിടെ തിരുവനന്തപുരത്ത് യദു എന്ന് പറഞ്ഞൊരു പാവം KSRTC ഡ്രൈവറോട് സച്ചിൻ ദേവും അന്നത്തെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും കാണിച്ച ധാർഷ്ട്യം കേരളം കണ്ടതാണ്. എസ് കെ ആറന്മുള എൻ്റെ മണ്ഡലം അടുത്ത മണ്ഡലമാണ്. ആറന്മുള ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, എസ് കെ ഒരു 3 മാസം മുമ്പാണ് അവിടെ ഇലക്ഷൻ നടന്നതെങ്കിൽ അവിടെ വീണ ജോർജ് തോൽക്കില്ല, ജയിക്കുമായിരുന്നു. അതിന് കാരണം പറയാനുള്ള കാരണം അവിടെ ഈ പറയുന്ന ആരോഗ്യവകുപ്പിലെ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ MLA എന്നുള്ള നിലയ്ക്ക് അവിടെ വീണ ജോർജിന് കൃത്യമായ സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. വലിയ പരിക്ക് അവിടെ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഒരു കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായി. ആ കരിങ്കൊടി പ്രതിഷേധം കുട്ടികൾ ആയുധമായി കൊല്ലാമെന്നു എന്നൊക്കെ പറഞ്ഞ് കാണിച്ച നാടകം, FIR, ഡ്രാമ, അത് ജനം കണ്ടിട്ട് തോക്കാൻ കാരണമായി. എസ് കെ ഒരു പാവം പിടിച്ചവൻ, ഒരു പുല്ലുവെട്ടുകാരൻ, മുഖ്യമന്ത്രിയെ ദൈവത്തെ പോലെ കാണുന്ന ഒരാൾ എന്തോ ചോദിച്ചു അതൊക്കെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഈ നാട്ടിലെ പാവം മനുഷ്യന്മാരുടെ, ഈ നാട്ടിലെ സാധാരണക്കാരുടെ മനുഷ്യർ ഇന്നലെ ഈ ധാർഷ്ട്യം കാണിക്കുന്ന ഏത് പൊന്നുതമ്പനാണെങ്കിലും ഞങ്ങളതിന് മറുപടി പറയുമെന്ന ചോദ്യം അവിടെ പറഞ്ഞു. എസ് കെ ഇവിടെ അധികാരം വഴിമാറിപ്പോയപ്പോഴൊക്കെ ഈ പറയുന്ന രീതിയിൽ അതിൽ നിന്ന് ഇടതു രാഷ്ട്രീയം ചോർന്ന സമയത്തൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇത് ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എസ് കെ ഞാനെന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ ഇൻട്രോയിലൂടെയും ചർച്ചകളിലൂടെയും ഒക്കെ ഓരോരോ ഘട്ടത്തിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും അതിനെ നമ്മളെന്തോ മഹാവൃത്തികെട്ടവൻ, വികസന വിരുദ്ധ വിദ്രോഹ സഖ്യം, കൂട്ടം കൂടി വേട്ടയാടുക, വട്ടം കൂടി വേട്ടയാടുക, അച്ഛനെ വിളിക്കുക, ഏറ്റവും ഒടുവിൽ സുഡാപ്പി അടക്കം പല ചാപ്പുകൾ തരികയെന്നാണ് ചെയ്തത്. എന്നോട് കാണിച്ചു നോക്കി, അതോട് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു, അവരവരുടെ ജോലി ചെയ്യട്ടെ. പക്ഷേ തോപ്പിച്ച ജനങ്ങളോടും ഇതേ രീതിയിലുള്ള, നേരത്തെ വിജയരാഘവൻ പറഞ്ഞ മട്ടിലുള്ള ഇതേ രീതിയിലുള്ള പ്രതികരണങ്ങളുമായി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എസ് കെ വരാൻ പോകുന്നത് ബംഗാളിൻ്റെ ഭാവിയാണെന്ന് ഒരു തർക്കം വേണ്ട. അതല്ല, ഈ പരാജയത്തെ വിനയത്തോടെ ഉൾക്കൊണ്ട് നേരത്തെ അസ്തപൂർണ്ണ തിരുത്തലുകൾക്ക് തയ്യാറായാൽ അതിനോട് ജൈവികമായ കപ്പാസിറ്റി ഉള്ള പാർട്ടിയാണ് CPM. കാര്യം CPM ഈ നാടിന് വേണം. അത് ഈ കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക്കിന് അനിവാര്യമായ ഒരു പാർട്ടി തന്നെയാണ്. അത് നശിച്ചു പോകാൻ പാടില്ല. എസ് കെ ഒറ്റ കാര്യം ഞാൻ അവസാനിപ്പിക്കാം. എസ് കെ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ LDF ഘടകകക്ഷിയെ പോലെ നടന്ന് പച്ച വർഗീയത പറഞ്ഞു. ഇവിടെ ആ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള നീക്കത്തിന് CPM ആശീർവാദം ഉണ്ടായിരുന്നതിന് ഒന്നല്ല പലതാണ് തെളിവുകൾ. SDPI പോലും സംഘടനയുടെ നേതാവ് വന്നിരുന്നു, ഞങ്ങൾ കാര്യം തീരുമാനിക്കുമെന്ന് ഇവിടെ പറഞ്ഞു. എസ് കെ ഇവിടെ ഒരു വെള്ളാപ്പള്ളി പറഞ്ഞാലും, ഒരു സുകുമാരൻ നായർ പറഞ്ഞാലും, ഒരു SDPI പറഞ്ഞാലും, ഒരു മെത്രാൻ പറഞ്ഞാലും, ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞാലും പോയി പണി നോക്ക് എന്ന് കേരളം പറയുമെന്ന് ഇന്നലെ തെളിയിച്ച ആ കേരളത്തിന്, ജനാധിപത്യ കേരളത്തിന് അഭിവാദ്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.